ഫിലിമി പ്ലസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. റോഷൻ ആൻഡ്രൂസിനെ കുറിച്ചാണ് പറയുന്നത്. റോഷൻ ആൻഡ്രൂസ് ചെയ്ത സിനിമകളൊക്കെ ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട്. ആദ്യത്തെ സിനിമയിലൂടെ തന്നെ നല്ല സുവർണ കസേര സ്വന്തമാക്കിയ സംവിധായകനാണ് റോഷൻ. അപ്പോൾ ആ റോഷനെ കുറിച്ച് പറഞ്ഞു വരുമ്പോൾ എന്താ പറയുക, റോഷൻ ഒരു വിവാദ സംവിധായകൻ തീർന്നത് മഞ്ജു വാര്യരെ വെച്ച് സിനിമ ചെയ്തപ്പോഴാണ്. അതിനെക്കുറിച്ച് പല കാര്യങ്ങളും ഉണ്ടായിട്ടുണ്ട്. അതായത് ദിലീപിന് എതിരായിക്കൊണ്ടാണ് ഈ സിനിമ ചെയ്യുന്നത്. റോഷൻ്റെ സിനിമയിൽ മഞ്ജു വാര്യരാണ് നായിക ആക്കുന്നതെന്ന് അറിഞ്ഞപ്പോൾ തന്നെ ദിലീപ് റോഷനെ വിളിച്ചു പറഞ്ഞു പോലും അവരെ നായികയാക്കരുത് എന്ന് പറഞ്ഞപ്പോൾ അതിന് ചുട്ട മറുപടി കൊടുത്ത് മഞ്ജു വാര്യരെ അഭിനയിപ്പിച്ച സംവിധായകനാണ് റോഷൻ എന്ന് ആലോചിക്കണം. അതായത് ഒരു പേടിയുമില്ല, തൻ്റെ കഴിവിൽ പൂർണ്ണ വിശ്വാസമുള്ള ഒരു സംവിധായകനാണ് റോഷൻ ആൻഡ്രൂസ്. അങ്ങനെയുള്ള റോഷൻ ആൻഡ്രൂസ് എന്താ പറഞ്ഞതെന്നറിയാമോ? ഹൗ ഓൾഡ് ആർ യു സിനിമ റോഷൻ ആൻഡ്രൂസ് മഞ്ജു വാര്യർക്ക് വേണ്ടി എഴുതി ഉണ്ടാക്കിയതാണെന്നാണ് പറഞ്ഞിരുന്നത്, സംവിധാനം ചെയ്തതാണെന്ന് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ അത് മഞ്ജു വാര്യർക്ക് വേണ്ടി എഴുതിയതല്ല എന്നുള്ളതാണ് ഏറ്റവും പുതിയ വാർത്ത. കാരണം റോഷൻ ആൻഡ്രൂസ് 2 സിനിമകൾ അടുപ്പിച്ച് ചെയ്യാൻ തീരുമാനിച്ചിരുന്നേക്കണം. ഒന്ന് ഹൗ ഓൾഡ് ആർ യു കഥ, മറ്റൊന്ന് വേറൊരു സബ്ജക്റ്റ്. അപ്പോൾ മഞ്ജു വാര്യർ അഭിനയിക്കാൻ തീരുമാനിച്ചു എന്നറിഞ്ഞപ്പോൾ ഈ 2 കഥകളുമായി മഞ്ജു വാര്യർ സമീപിച്ചു. അങ്ങനെ ഏത് കഥ വേണം? അതിലൊന്ന് പൂവൻകോഴി എന്നുള്ള സബ്ജക്റ്റാണിത്. അതിൽ മാധുരി എന്നുള്ള കഥാപാത്രം, മറ്റേത് അറിയാം നിരുപമ രാജീവ് മറ്റത്. അപ്പോൾ ഈ രണ്ടും ഇയാൾക്ക് ഇഷ്ടപ്പെട്ടതാണ്. പക്ഷേ ഹൗ ഓൾഡ് ആർ യുവിനേക്കാൾ സ്കോർ ചെയ്യാൻ മഞ്ജു വാര്യർക്ക് പറ്റുന്നത് പൂവൻകോഴി ആയിരിക്കും. എന്തായാലും മഞ്ജു സെലക്ട് ചെയ്ത് ഹൗ ഓൾഡ് ആർ യു തന്നെയാണ്. ആ ഹൗ ഓൾഡ് ആർ യു സെലക്ട് ചെയ്തതിൻ്റെ കാര്യം അറിയാലോ. അതിൽ റിവഞ്ചിൻ്റെ സുഖമില്ലേ ആ സിനിമ കാണുമ്പോൾ? അത് തന്നെയാണ് സംഭവം. പക്ഷേ അത് കയറി ക്ലിക്കായില്ലേ, വിചാരിക്കാത്ത രീതിയിൽ ആ പടം കയറി കൊളുത്തി. ഇവിടെ സ്ത്രീകൾ തന്നെ പല പ്രാവശ്യം ആ സിനിമ കണ്ടു എന്നാലോചിക്കണം. അങ്ങനെ സിനിമ കണ്ട് ഹിറ്റായി ആ സിനിമയിലൂടെ ലേഡി സൂപ്പർ സ്റ്റാർ എന്നുള്ള പേര് നേടി. പിന്നെ മഞ്ജുവിന് തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല. പിന്നെ പല സിനിമകളും മഞ്ജു വാര്യരുടെ സിനിമകളായി വാർത്തകളായി ഒക്കെയായി. അപ്പോൾ അതിനുശേഷം പിന്നെയാണ് ഈ പൂവൻകോഴി സിനിമയാക്കാൻ തീരുമാനിച്ചത്. അപ്പോൾ ആ പൂവൻകോഴിക്ക് വളരെ മഞ്ജുവിന് ആ മാധുരി എന്നുള്ള കഥാപാത്രം കൂടുതൽ ഷൈൻ ചെയ്യാൻ പറ്റും. ഹൗ ഓൾഡ് ആർ യുവിൻ്റെ അടുത്ത് ആ കഥാപാത്രം എത്തുകയില്ല. അതിൻ്റെ വർക്കും തുടങ്ങി. ആ വർക്ക് തുടങ്ങി, പക്ഷേ ആ സിനിമ വേണ്ടത്ര വിജയിച്ചില്ല എന്നുള്ളതാണ്. മാധുരി എന്നുള്ള കഥാപാത്രം കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ടില്ല എന്നുള്ളതാണ്. കാരണം അതിൻ്റെ എത്രയോ മേലെയാണ് ഹൗ ഓൾഡ് ആർ യു നിരുപമ രാജീവ് നിൽക്കുന്ന ആലോചിക്കണം. അപ്പോൾ എന്തായാലും മഞ്ജുവിൻ്റെ അഭിനയം പൂർണ്ണമായി ഏതെല്ലാം കഥാപാത്രങ്ങളെ ഏൽപ്പിച്ചാൽ അത് വൻ വിജയമാക്കാൻ കഴിയും എന്ന് മനസ്സിലാക്കി കഴിഞ്ഞു. ഒന്നാമത് മഞ്ജുവിൻ്റെ പ്ലസ് പോയിൻ്റ്, ഏറ്റെടുക്കുന്ന കഥാപാത്രങ്ങൾ മരണം പോലും മുന്നിൽ കണ്ടാൽ അഭിനയിക്കുന്നു. അത് പല സിനിമകളുടെയും പല പ്രാവശ്യം അവർ തെളിയിച്ചിട്ടുള്ളതാണത്. പിന്നെ ഷൂട്ടിംഗ് 7 മണിക്കാണെന്ന് പറഞ്ഞാൽ 6:15 7 മണിക്കാണെന്ന് പറഞ്ഞാൽ 6:30 എല്ലാവരും വിത്ത് മേക്കപ്പ് ആയിക്കൊണ്ട് ലൊക്കേഷനിലെത്തും. അത് പ്രൊഡ്യൂസർക്കോ സംവിധായകനോ യാതൊരുവിധ തലവേദന ഉണ്ടാക്കാത്ത നായിക നടി എന്നുള്ള പേര് തന്നെ മഞ്ജു വാര്യർ സമ്പാദിച്ചു. അതുപോലെ ഇവിടെ മുമ്പ് പല നടികളും മോഹൻലാൽ വന്ന് കാത്തിരുന്നിട്ട് പോലും വരാത്ത നടികളുണ്ട്. തലയ്ക്ക് അത്രമാത്രം അഹങ്കാരം പിടിച്ച നടികളുണ്ടായിരുന്നു ആലോചിക്കണം. ആ നടികളൊക്കെ അതോടുകൂടി ഔട്ടായി പോയി ആലോചിക്കണം. എന്നാൽ പ്രൊഡ്യൂസർമാർക്ക് സംവിധായകർക്കോ കുറ്റം പറയാൻ കഴിയാത്ത ഒരു നടി തന്നെയാണ് മഞ്ജു വാര്യർ എന്നാലോചിക്കണം. അങ്ങനെയുള്ള നടിയെ തൻ്റെ അടുത്ത സിനിമയിൽ മാക്സിമം, അതായത് ഇതുവരെ മറ്റൊരു സംവിധായകനും മഞ്ജു വാര്യർ എന്ന നടിയെ ഉപയോഗപ്പെടുത്താത്ത രീതിയിൽ നല്ലൊരു കഥാപാത്രം കൊടുക്കണമെന്ന് അങ്ങനെ തീരുമാനിച്ചു. ഏത് കഥാപാത്രമായിരിക്കും? മഞ്ജു വാര്യർ കുറേ സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ടെങ്കിലും ഒരുമാതിരിപ്പെട്ടിയുള്ള കഥാപാത്രങ്ങളെല്ലാം അവർ അവതരിപ്പിച്ചിട്ടുണ്ട്. ആ അവതരിപ്പിച്ച കഥാപാത്രങ്ങൾ വിട്ട് ഒരു പുതിയ കഥാപാത്രം ഏതായിരിക്കണം എന്ന് റോഷൻ ആൻഡ്രൂസ് ആലോചിച്ചു. കുറേ സിനിമകളെക്കുറിച്ച്, കുറേ കഥകളെക്കുറിച്ച് ആലോചിച്ചു. അങ്ങനെ ആലോചിച്ചപ്പോൾ റോഷന് മുമ്പിൽ ഒരു നടി ഷീലയുടെ രൂപം തെളിഞ്ഞു. ഷീല വെച്ചാൽ ഷീലയുടെ കള്ളിച്ചെല്ലമ്മ എന്നുള്ളൊരു കഥാപാത്രം. കള്ളിച്ചെല്ലമ്മ എന്ന പേര് തന്നെയാണ് ആ സിനിമയ്ക്കുണ്ടായിരുന്നത്.
അത് പ്രശസ്ത നോവലിസ്റ്റായ ജി വിവേകാനന്ദൻ്റെ വളരെ പ്രശസ്തമായ നോവലാണ് കള്ളിച്ചെല്ലമ്മ എന്ന് ആലോചിക്കണം. ആ കള്ളിച്ചെല്ലമ്മ സംവിധാനം ചെയ്തത് പി ഭാസ്കരാണെന്ന് ആലോചിക്കണം. അന്ന് പ്രേംനസീർ, മധു, ഷീല, അടൂർബാസി തുടങ്ങിയവരൊക്കെ ഉണ്ടായിരുന്നു. അതായത് ഇപ്പോൾ നമ്മൾ കണക്ക് എന്തായാലും 55 വർഷം മുമ്പുള്ള സിനിമയാണെന്ന് ആലോചിക്കണം. 55 വർഷം മുമ്പ് ഷീല ആദ്യത്തെ കള്ളിച്ചെല്ലമ്മ എന്നുള്ള കഥാപാത്രത്തെ അവതരിച്ചപ്പോൾ മധു ആയാലും പ്രേംനസീർ ആയാലും മറ്റേത് ആർട്ടിസ്റ്റായാലും ഇവരോടൊപ്പം എത്താൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് സത്യം. നിങ്ങൾ ആ സിനിമ പലരും കണ്ടിട്ടുണ്ടാവുന്നില്ല. പുതിയ തലമുറ കഴിയുമെങ്കിൽ ആ സിനിമയൊന്ന് കാണാൻ ശ്രമിക്കൂ. അപ്പോഴറിയാം യഥാർത്ഥത്തിൽ ഇന്ത്യൻ സിനിമയിൽ വിരലിലെണ്ണാവുന്ന നടികളിൽ ഉന്നതി നിൽക്കുന്നൊരു നടിയാണ് ഷീല എന്ന് പറയും. ആ ഷീലയ്ക്ക് ഏറ്റവും നല്ല നടിക്കുള്ള അവാർഡൊന്നും ആരും ഇന്ത്യയിൽ കൊടുത്തിട്ടില്ല. അതേ സ്ഥാനത്ത് ആ സിനിമയിലെ അഭിനയത്തിന് നമ്മുടെ സംസ്ഥാന അവാർഡ് മികച്ച നടിക്കുള്ള അവാർഡ് കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷെ അങ്ങനെ ആ സിനിമ കാണുമ്പോൾ അപ്പോൾ ഉണ്ടാവുന്ന വികാര വിചാരങ്ങളുണ്ട്. കാരണം ഷീല തന്നെ കാണാൻ സുന്ദരിയാണെന്ന് ആലോചിക്കണം. പിന്നെ അവരൊരു നാടൻ ലുങ്കി ഉടുപ്പിച്ച് ബ്ലൗസ് ഇടിച്ചിട്ട് വരുമ്പോൾ ഉള്ള ആ കഥാപാത്രം സങ്കല്പിച്ച് നോക്കുക. ഫ്ലെക്സിബിലിറ്റി ഉള്ളൊരു നടി എവിടെയാണെന്ന് ആലോചിക്കണം. അങ്ങനെയുള്ള നടി അപാരമായി ഒരു പുരുഷ കഥാപാത്രം ചെയ്യുന്നതിനേക്കാൾ, അതായത് അങ്ങാടിയിലൊക്കെ ജയനെ നമ്മൾ കൈയടിക്കുന്ന പോലെ അങ്ങനെ പ്രത്യേകിച്ചുള്ള കഥാപാത്രമായി മാറി എന്നുള്ളതാണ് ഷീലയ്ക്ക് ഈ കഥാപാത്രം ലഭിച്ചത്. അന്ന് കള്ളിച്ചെല്ലമ്മ തന്നെയായിരുന്നു സംസാരം. പക്ഷേ ഇത് 55 വർഷം മുമ്പ് എന്ന് പറഞ്ഞാൽ ഇറങ്ങിയ സിനിമ 1969 ഇറങ്ങിയ സിനിമ. അപ്പോൾ ശ്രീകുമാരൻ പിന്നീട് ആലോചിച്ചു, കള്ളിച്ചെല്ലമ്മയുടെ മകളുണ്ടായാൽ എങ്ങനെയായിരിക്കും. അപ്പം അതിൻ്റെ സങ്കല്പത്തിലാണ് അരിക്കാരി അമ്മു എന്നുള്ള സിനിമ ശ്രീകുമാരൻ തമ്പി സംവിധാനം ചെയ്തു 1981. അതിൽ നായിക ജയഭാരതിയായിരുന്നു, മധു ഉണ്ടായിരുന്നു ആലോചിക്കണം. അപ്പോൾ അത് അരിക്കാരമ്മോ ചർച്ചാ വിഷയമായെങ്കിലും കള്ളിച്ചെല്ലമ്മയുടെ ഒപ്പം എത്താൻ കഴിഞ്ഞിട്ടില്ല. പിന്നെ അങ്ങനെ വർഷങ്ങൾ കഴിഞ്ഞു. ഇപ്പോൾ സിനിമ വന്നുകൊണ്ടിരിക്കുന്നു. ഈ കഥാപാത്രങ്ങളെയാണ് ശരിക്ക് റോഷൻ ആൻഡ്രൂസ് മനസ്സിൽ തങ്ങി നിന്ന് ഷീലയുടെ ഈ കള്ളിച്ചെല്ലമ്മ ഒരു കഥാപാത്രമാണ്. അപ്പോൾ റോഷൻ ചിന്തിച്ചത് ഈ കള്ളിച്ചെല്ലമ്മ തന്നെ റീമേക്ക് ചെയ്താലോ എന്നുള്ളതാണ്. അതായത് അന്നത്തെ പോലെയല്ല, പുതിയ ആധുനിക കാലഘട്ടത്തിൽ അന്നത്തെ കള്ളിച്ചെല്ലമ്മയെ പുതിയ രൂപത്തിലാക്കിക്കൊണ്ട് ചെയ്താൽ എങ്ങനെയായിരിക്കും. ആ റോള് മഞ്ജു വാര്യർ അഭിനയിച്ചാൽ കലക്കില്ലേ, നല്ല നടിയല്ലേ, അങ്ങനെ ചിന്ത. അപ്പോൾ മറ്റു ചിലർ പറഞ്ഞു അത് കള്ളിച്ചെല്ലമ്മ അങ്ങനെ തന്നെ എടുക്കുന്നതിനേക്കാൾ നല്ലത് ഈ കള്ളിച്ചെല്ലമ്മയെ പോലെ തന്നെ ഒരു കഥാപാത്രം സൃഷ്ടിച്ചുകൊണ്ട് പുതിയ സിനിമ ഉണ്ടാക്കുന്നതല്ലേ എന്ന് ചോദിച്ചു. ആ വഴിക്കും റോഷൻ ആലോചിച്ചു. അതും ശരിയാണ്. കാരണം കള്ളിച്ചെല്ലമ്മയെ അതേപോലെ എടുക്കുമ്പോൾ അന്നത്തെ കാലഘട്ടങ്ങളിൽ ജി വിവേകാനന്ദൻ നോവൽ എഴുതിയൊരു കാലഘട്ടമുണ്ട്. ആ കാലഘട്ടത്തിൻ്റെ കഥ പറയും അതേപോലെ കാണുമ്പോൾ ഇപ്പോഴത്തെ പ്രേക്ഷകർക്ക് അത് സുഖിക്കണമെന്നില്ല, രസിക്കണമെന്നില്ല. അതിന് ഏറ്റവും വലിയ ഉദാഹരണം ഈ ചരിത്ര സിനിമകൾ ഇറങ്ങുമെന്ന് നോക്കുക. ചരിത്ര സിനിമകൾ എടുത്ത പല സിനിമകളൊന്നും ഗംഭീരമായിട്ടുണ്ടെങ്കിലും പിന്നീട് അതൊന്നും അത്ര വിജയിച്ച് കണ്ടില്ല. അപ്പോൾ റോഷൻ രണ്ട് കാര്യത്തിലെത്തി. ഒന്നുകിൽ ചെല്ലമ്മ എന്നുള്ള കഥാപാത്രത്തെ പവർഫുള്ളാക്കി എടുത്തുകൊണ്ട് ആധുനിക സിനിമാ സങ്കേതം ഉപയോഗിച്ചുകൊണ്ട് മഞ്ജു വാര്യർ അഭിനയിപ്പിക്കുക, അത്രയും പവർഫുള്ളായ ഒരു കഥാപാത്രം ഉണ്ടാക്കുക എന്നുള്ളതാണ്. ഇക്കാര്യം മഞ്ജു വാര്യർ സൂചിപ്പിക്കുകയും ചെയ്തു. അപ്പം അടുത്ത പടം ചെയ്യുമ്പോൾ മഞ്ജു വാര്യർ ഇത്തരത്തിലുള്ളൊരു കഥാപാത്രമാണ് ചെയ്യാൻ പോകുന്നത്. അവിടെയും ഒരു പ്രശ്നമുണ്ട്. നിങ്ങൾ കള്ളിച്ചെല്ലമ്മയുടെ പേരിലാണ് ഈ മഞ്ജു വാര്യരെ അവതരിപ്പിക്കുന്നതെങ്കിൽ ഷീലയാണ് നിറഞ്ഞു നിന്നത്. ഷീലയ്ക്ക് മുകളിൽ പോകാൻ, അതായത് വിജയിപ്പിക്കാൻ, അങ്ങനെ ഒരു കഥാപാത്രത്തെ മഞ്ജു വാര്യർ കൊടുത്ത് വിജയിപ്പിക്കാൻ കഴിയുമോ എന്നുള്ളൊരു ചോദ്യവുമുണ്ട്. പക്ഷേ റോഷൻ ആൻഡ്രൂസിന് വ്യക്തമായ ഉത്തരമുണ്ട്. ഇത് മഞ്ജു വാര്യരാണ്. മഞ്ജു വാര്യർ ഏതെല്ലാം റോളുകളിൽ എങ്ങനെ അഭിനയിക്കണമെന്ന് മനസ്സിലാക്കിയൊരു സംവിധായകനാണ് ഞാൻ. അതുകൊണ്ട് തന്നെ ഇതൊരു പക്ഷേ ഷീലയ്ക്ക് അതുക്കും മേലെയാകാനും സാധ്യത. എന്തായാലും അതിൻ്റെ എല്ലാവിധ റിസൾട്ടും നെഗറ്റീവായാലും പോസിറ്റീവായാലും അങ്ങനെ ഒരു കഥാപാത്രത്തെയാണ് എന്തായാലും അടുത്ത സിനിമയിൽ ഞാൻ മഞ്ജു വാര്യർ കൊടുക്കുക എന്ന് റോഷൻ പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. ഇനി അതിൻ്റെ ഷൂട്ടിങ്ങും മറ്റു കാര്യങ്ങളിൽ പോകണം. അങ്ങനെയൊരു നല്ല സിനിമ ഉണ്ടായില്ലേ. 55 വർഷങ്ങൾക്ക് ശേഷം മറ്റൊരു ഷീലയുടെ അഭിനയ പ്രതിഭ തെളിയിക്കുന്ന രീതിയിൽ മഞ്ജു വാര്യർ അവതരിപ്പിക്കട്ടെ.